വയ്യ, കുറച്ചേരം ഒന്ന് ഇരുന്നിട്ട് പോവാം. എന്നാ അപ്പൂപ്പ എനിക്ക് പുസ്തകം കിട്ടുന്നേ? സ്കൂൾ ഓർക്കുമ്പോഴാ? അമ്മ അറിയുമ്പോഴല്ലേ അപ്പൂപ്പ? അയ്യോ, അപ്പൂപ്പൻ ഗുളിക കഴിച്ചില്ല. ഈ അപ്പൂപ്പന് ഒരു ഓർമ്മയില്ല. ഓഹോ, ഇതിനൊക്കെ വിറ്റു ഇവൻ. ദിവാരേട്ടോ, അപ്പൊ കാളയൊക്കെ വിറ്റ് സ്ഥിരമായിട്ട് പുഴയിലിറങ്ങാൻ തീരുമാനിച്ചോ? അല്ല, ഇന്നലെ വരെ ശീരുവാണിപ്പോണിൽ സ്വർണം വാരാൻ മുങ്ങുന്നവരെ തെറിയും വിളിച്ച് നടന്നല്ലേ നീ? അതുകൊണ്ട് ചോദിച്ചതാ. മുങ്ങിയിട്ട് എങ്ങനെയുണ്ട്? സുഖമാണോ? 2 ദിവസം ദിവാകരൻ മുങ്ങിയത്, അതും ചാവ് കയത്തില്. കണ്ടാ നീയൊക്കെ ചെരക്കണ ചെരുപ്പല്ല ദിവാകരൻ്റെത്. ആദ്യം അതറി, എന്നിട്ട് മതി സുഖം തിരക്കല്. മണ്ണെണ്ണ എടുക്കാറാകുമ്പോഴത്തേക്ക് പോരണം. ആ പൊക്കോ. നല്ല പണിയാ. 2 ദിവസം കട പോലും തുറക്കാതെ വലച്ചല്ലേ മുതലാളി. മണ്ണർകാട് പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നാടാ പോയി. പെണ്ണും പിള്ളേരും പിള്ളേരെയും കൂട്ടി അതങ്ങ് നടത്തും. വല്ലപ്പോഴും ഒരിക്കലെങ്കിൽ വീട്ടുകാരും കൂടി വെക്കണ്ടായോ? ദിവാരനെ കണ്ടോ നീ? ഇന്ന് ലോഡ് എടുക്കാൻ പോണ്ട ദിവസാ. അപ്പൊ മുതലാളി വീടും തുറഞ്ഞില്ലേ? അവനിപ്പോ ചാവുകത്തിൽ മുങ്ങല്ലേ? എങ്ങനെ വന്നാലും 10 പവൻ ഉറപ്പാ. ശശിയപ്പ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? കേറങ്ങോട്ട്. എന്റെ പൊന്നൂട്ടി, നമ്മുടെ മക്കള് വന്നടാ. ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്റെ മക്കള്. എത്ര നാളായി എന്റെ ചക്കര കണ്ടിട്ട്. ഞാൻ അമ്മയുടെ വിളക്കാണോടാ. ഇപ്പൊ കൂടെ ഞാൻ ഓർത്തതേ ഉള്ളൂ, കുറച്ചുകൂടെ നേരത്തെ വരാറുന്നില്ലേ അച്ഛാ? വണ്ടിയൊക്കെ കിട്ടി വരണ്ടേ മോളെ? അങ്ങാടിയിൽ എത്തിയപ്പോ തന്നെ വൈകി. പിന്നെ ഭാഗ്യത്തിന് ഇയാളെ കണ്ടതുകൊണ്ട്. അച്ഛൻ വാ. രാഘവ, ഇന്ന് അപ്പുറത്ത് കൂടാം. എന്താ? അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ മോളെ? സാരമില്ല മോളെ, അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോ അലോഹ്യം കാണിക്കാതിരിക്കുമല്ലോ. താ മോളെ. അമ്മേ, അപ്പൂപ്പൻ എന്നെ സ്കൂളിൽ ചേർത്തു. വലിയൊരു സ്കൂളിൽ. ദിവാകരോ, 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 ഇവരത് എവിടെ പോയി? എന്റെ മാതാവേ, ഇനി കിട്ടിയത് കൊണ്ട് കടന്നോ അവൻ? എടാ മരമാക്കറി, അവന് പൊന്നു കെട്ടിയ നിമിഷം അവന് വിവരം അറിയിക്കണ്ടായിരുന്നോ? എന്റെ അരിച്ചയ്ക്ക് പാതി വിഴുകുന്നവനല്ലേ നീ? അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടായോ? അതിന് മുതലാളി എവിടാന്നും കണ്ട? ദിവാകരന്റെ കാശ് പോയ അന്ന് മുങ്ങിയതല്ലയോ, പിന്നെ പൊങ്ങുന്നത് ഇന്നല്ലയോ? മുങ്ങിയ ആര് മുങ്ങി? എവിടെ മുങ്ങി? തന്തയ്ക്ക് പറക്കാക്കി പറയരുത് കേട്ടോ. എന്റെ മാതാവേ, ദേ ഇരിക്കുന്നു. എന്റെ പൊന്നെ, നിന്നെ തേടി നടക്കാത്ത സ്ഥലമില്ല. നിന്റെ വീട്ടിലൊക്കെ പോയിരുന്നേ ഞാൻ. വാലോർക്കണ, എടിപിടിന്ന് വീട് വരെ പോകേണ്ടി വന്നേ. അതിന്റെ ഇടയിലല്ലേ ഇവിടുത്തെ പുലിവാലൊക്കെ. അറിഞ്ഞതും തലയ്ക്ക് അടിയേറ്റ പോലെ ആയിപ്പോയി. കള്ള കഴിവറ മോൻ കൂട്ടത്തിൽ നിന്നോണ്ട് പുറക്കാഴി കാണിച്ചില്ലയോ? ആ കള്ളം തങ്കൻ കുത്തിയാ പോരായിരുന്നു, കൊല്ലണമായിരുന്നു. ആ നായിന്റെ മോന്. എന്താണ് കോടാപ്പുറത്ത്? ഹലോ, വാ വാ. ഞാൻ പറഞ്ഞില്ലയോ, നീ മുങ്ങിയ കളി മാറും. ഈ ശീരുവാണി പുഴയിലെ സ്വർണം മുഴുവൻ നിനക്കുള്ളതാ. അത് ഈ ഓനാച്ച മുതലടിക്ക് ഉറപ്പാ. ഓരോരുത്തന്മാര് പെറ്റി വീണപ്പം മുതൽ വെള്ളത്തിൽ കിടന്ന് തപ്പുക. എന്നിട്ട് എന്നാ കിട്ടി? കിണ്ടി. ആ ദേ കണ്ടല്ലോ. ആ
നിന്റെ വലിയതള്ള വെറുതേടൊന്നും വെറുതെ അല്ല. അവരെ ഞങ്ങളുടെ കൂട്ടത്തിലെങ്ങാനും ആയിരുന്നേല് പാറപ്പുറത്ത് ഇപ്പൊ പള്ളി ഒരെണ്ണം പൊങ്ങിയേനെ. വാഴ്ത്തപ്പെട്ട തള്ളയാന്നേ അവര്. കാശപ്പ എങ്ങനെ ഇപ്പൊ എടുക്കട്ടോ? വെച്ചാ മതി. ഓ, ഇനിയിപ്പൊ ദിവസവും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലയോ. എന്റെ മാതാവേ, ദീർഘായുസ് കൊടുക്കണേ. പിന്നെ ഈ കിട്ടുന്നതിന്റെ കണക്കും കാര്യമൊക്കെ പുറത്തൊരു കുഞ്ഞും അറിയരുത്. നമ്പാൻ കൊള്ളുകയല്ലോ ഒന്നിനെ, അറിയാമല്ലോ. വാ. ഇപ്പൊ രാധകൊച്ചിന് സന്തോഷമായി കാണൂ ഇല്ലയോ? നല്ല നിലാവ്. പോയി മുങ്ങട്ടെ. എന്നിട്ട് അച്ഛമ്മ എങ്ങനാ മരിച്ചേ? അങ്ങ് മരിച്ചു. പാവം, അച്ഛമ്മ ഉള്ളപ്പോ നല്ല രസമായിരുന്നു. ഇതോടെ കഴിച്ചു. ആ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വാമിയുടെ കാര്യം. ആ സ്വാമി അപ്പൂപ്പനടുത്ത് പറയുവാ എന്നെ മാല ഇടിച്ചിട്ട് മലയ്ക്ക് കൊണ്ടുപോണെന്ന്. അപ്പ സമ്മതിച്ചിട്ട് ഇപ്പൊ അപ്പൂപ്പൻ പറയുവാ കാലുവേദനയെന്ന്. അമ്മ എന്നെ കൊണ്ടുപോവാ അമ്മേ, അയ്യപ്പ സമയത്ത്. അമ്മയ്ക്ക് എങ്ങനെ മക്കളെ വരാൻ പറ്റുന്നേ? അമ്മയ്ക്ക് വരണമെങ്കിലേ ആ ചുമമ്മ പോലെ അമ്മയുടെ മുടിയൊക്കെ നരച്ചു കുറച്ച് അമ്മയൊരു അമ്മൂമ്മയാണ്. അല്ലെങ്കിൽ അയ്യപ്പസ്വാമി കോപിക്കും. അച്ഛൻ വന്നിട്ടുണ്ട്. വൈകിട്ട് വന്നതേ ഉള്ളൂ. കൊച്ചാപ്പിച്ചേട്ടനാ ഇന്ന് പോണ്ടാന്ന് പറഞ്ഞേ. കൊച്ചാപ്പിയാണോ ഇവിടുത്തെ ചെലവിനായിരുന്നത്? നാളെ വെളുപ്പിന് ഈ മുതലിനിവിടെ കണ്ട. പേടിയാവുന്നില്ലേ എന്റെ മോക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ? തിരിച്ചറിവാവാത്ത പ്രായത്തില് ഇവനെപ്പോലൊരുത്തന്റെ കൂട്ടത്തിൽ നിന്നെ ഇറക്കി വിട്ടത് എന്റെ തെറ്റ്. മനസമാധാനമായിട്ട് മരിക്കണം എനിക്ക്. നിന്നെ ഈ നരകത്തിൽ വിട്ടിട്ട് അതും വയ്യ. എന്താ എന്റെ അച്ഛന് പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ശബ്ദം മാറിയിട്ടുണ്ട്. തളർന്നു. ഇനി ഈ ചുമടെടുക്കാൻ വയ്യ മോളെ. നാളെ നമുക്കൊരിടം വരെ പോകണം. എവിടെ? പറയാം. ഇപ്പം മോള് പോയി കിടന്നു.